ജീവിതത്തിൽ ഏത് സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് മാറ്റിവെക്കുമ്പോഴും അവിടെയൊക്കെ അലല്ലാ. നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു വ്യവസ്ഥ ഉപയോഗിക്കുന്നത് മാത്രമാണ്. നമ്മൾ ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് പഠിച്ചു, പരീക്ഷ എഴുതി, അവസാനം പിന്നെ ജയിച്ചില്ല, പ്രശ്നമൊന്നുമില്ല. റബ്ബിൻ കണക്കാക്കിയത് എന്താണോ അതുണ്ടാകും. അതിന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ എനിക്ക് ബോധ്യമായ സബബാണ് എന്ന് തോന്നിയ കാര്യം ഞാൻ ചെയ്തു. പക്ഷെ ആ സബബ് കൊണ്ട് മുസബബ് ഉണ്ടായില്ല. ഏതുപോലെ മരുന്ന് കഴിച്ചാൽ രോഗം മാറിയിട്ടില്ല, സബബല്ലാത്തതുകൊണ്ടാണോ? അല്ല. പക്ഷെ അവിടെ അള്ള നിശ്ചയിച്ച സബബ് അതായിരുന്നില്ല, അതുകൊണ്ട് അവിടെ രോഗം മാറിയിട്ടില്ല. അല്ലെ അള്ളാഹുവിന്റെ മശിയത്ത് അവിടെ ചേർന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് രോഗം മാറിയില്ല, സമാധാനം ഉണ്ടാകും. മറ്റൊരുപാട് ചികിത്സിച്ച് ഒരു മാറ്റമില്ല, ആകെ നിരാശപ്പെട്ടു അവന് പാറുരൂപത്തേക്ക് പോകും വിശ്വാസം ശരിയല്ലെങ്കിൽ. ജോലിക്ക് വേണ്ടി കുറേ അധ്വാനിച്ചു, പല ബിസിനസ്സും ചെയ്തു, എല്ലാം പൊളിഞ്ഞു പോവുക. വിശ്വാസത്തെ സംബന്ധിച്ച് പ്രശ്നമില്ല, തവക്കൽത്തുള്ള അള്ളാഹുവിലെല്ലാം ഏൽപ്പിച്ചു. അള്ളാഹിനോട് കച്ചവടം ചെയ്യാൻ പറഞ്ഞു, ഞാൻ കച്ചവടം ചെയ്ത് നോക്കി, എന്തേ ലാഭം കിട്ടാതിരുന്നത്? അത് അള്ളാഹു നിശ്ചയിച്ച സബബിലൂടെ അല്ല ഒരു പക്ഷെ ഞാൻ പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ മശിയത്ത് അതിലുണ്ടാവില്ല. സബബൊക്കെ തന്നെ, പക്ഷെ അള്ളാഹുവിൻ്റെ മശിയത്തില്ല, അതുകൊണ്ട് എനിക്കവിടെ കാര്യം ഉണ്ടായില്ല. അപ്പം കാരണമുണ്ടായാലും കാര്യത്തെ നിർബന്ധമാക്കുന്നില്ല, സബബുകൾ മുസബബിനെ നിർബന്ധമാക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ തവക്കുൽ ആവശ്യമായി വരുന്നത്. അതാണ് ഈ ഹദീസ് നബി തങ്ങൾ പഠിപ്പിക്കും. ഉമർ ഖത്താബ് പറയുന്നത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, ഉമർ ഖത്താബിനെ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. അവിടെയും പ്രശ്നം വരും, വകുപ്പ് മാറും, അത് കുറച്ചുകൂടി ഗൗരവം മാറും. അള്ളാഹു സബബ അല്ല എന്ന് പറഞ്ഞൊരു കാര്യം അതിൽ സബബാക്കി മാറ്റി, അവിടെ ശിർക്ക് വരും. മറ്റോടത്ത് കേവലം സബബാക്കിയത് മാത്രം ശിർക്ക് വരുന്നില്ല, അവിടെ വിശ്വാസം അതിന് കൂടെ ചേർന്ന് വരുന്നുണ്ട്. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ഏലസ് എന്നൊരാൾ പ്രതീക്ഷിക്കൽ വരുന്നു, അവിടെയാണ് ശിർക്ക് വരുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്ത് പറഞ്ഞു? ലൗ അന്നക്കും തവക്കൽതും അലല്ലാഹ്, ലൗ അന്നക്കും തീർച്ചയായും നിങ്ങളാണെങ്കിൽ, തവക്കൽതും അലല്ലാഹ് നിങ്ങൾ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചുവെങ്കിൽ, തവക്കുലാക്കിയെങ്കിൽ. ചില റിപ്പോർട്ടിൽ ലൗ അന്നക്കും തതവക്കലുന അലല്ലാഹ് എന്നാണ്, ഇവിടെ തവക്കൽത്തുന്ന മാദിയാണ്. ചില റിപ്പോർട്ടിൽ മുലാരിയായിട്ട് വന്നിട്ടുണ്ട്, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി എന്ന് വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ. എങ്ങനെ തവക്കുലാക്കണം? ഹഖ്ഖ തവക്കുലിഹി, ശരിയായ തവക്കുൽ. കണ്ടോ, വെറുതെ തവക്കുലാക്കാനല്ല പറഞ്ഞത്, ഹഖ്ഖ തവക്കുലിഹി, തവക്കുലാക്കേണ്ട ക്രമപ്രകാരം, തവക്കുലാക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നുവെങ്കിൽ ലറസഖക്കും, അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും, അവൻ നിങ്ങൾക്ക് ഉപജീവന മാർഗം നൽകും. കമാ യർസുഖു ത്വയ്റ, പക്ഷിക്കവൻ റിസ്ക് നൽകുന്നത് പോലെ. പക്ഷികൾക്ക് അല്ലാഹു തആല ഉപജീവനം നൽകുന്നുണ്ട്, പക്ഷികൾക്ക് മാത്രമല്ല എല്ലാത്തിനും. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിലുള്ള ഏത് ജീവിയാവട്ടെ എല്ലാത്തിനും റിസ്ക് അല്ലാഹു തആലയാണ് നൽകുന്നത്. ഖുർആൻ പല സ്ഥലത്ത് പല ശൈലി അത് പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തുള്ള ജീവികൾക്കൊന്നും നമ്മൾ ഭക്ഷണം കൊടുക്കണില്ല, നമ്മൾ ഭക്ഷണം നൽകുന്നത് തുച്ഛമായ എണ്ണത്തിനും. അത് കോഴിക്ക് നൽകുന്നു, ആടിന് നൽകുന്നു, പശുവിന് നൽകുന്നു. ഇങ്ങനെ എണ്ണപ്പെട്ട ഏതാനും ജീവികൾക്ക് നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിന് നമ്മുടെ ലാഭത്തിന് വേണ്ടിയാണ്, അതിന് വേണ്ടിയല്ല. എന്തിനാ കോഴിനെ വളർത്തുന്നത്? കോഴിക്ക് കിട്ടാഞ്ഞാൽ ചത്തു പോകുന്നു പേടിച്ചിട്ടാണോ? അല്ല, നമുക്കതോട് വേറെ ദുരുദ്ദേശമുണ്ട്. അതുകൊണ്ട് ആടിന് തിന്നാൻ കൊടുക്കുന്നത് അതിനാണ്. അല്ല, ഞാൻ തിന്നാൻ കൊടുത്തില്ലെങ്കിൽ ഈ ആട് ചാവുന്ന വെച്ചിട്ടല്ല, ആടിനെ കഴിച്ചാൽ വിട്ടാൽ മതി, അത് ജീവിച്ചോളും. കോഴി നമ്മൾ കൂട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല, ആട് വിട്ടെടുത്താൽ മതി, അതെവിടെയൊക്കെ ജീവിച്ചോളും. പല ലോകത്തിലെ എല്ലാ ജീവികളെയും നമ്മൾ കൂട്ടിട്ട് വളർത്തുകയാണോ? അല്ലല്ലോ. നമ്മളെ പെരയിൽ എത്ര ജീവികളുണ്ട്? നമ്മളെ ഒരു 10 സെൻറ്റ് പെരൻ്റെ ഉള്ളിൽ എടുത്തു നോക്കിയാൽ ആയിരക്കണക്കിന് ജീവികൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ബെഡ്റൂമിലുണ്ട്, നമ്മളെ കട്ടിലുമേലുണ്ട്, നമ്മളെ കിടക്കമ്മലുണ്ട്, നമ്മളെ വിരിപ്പിലുണ്ട്, ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട്. അതിന് നമ്മൾ രാവിലെ തിന്നാൻ കൊടുക്കണമെന്നില്ല. ആയിരക്കണക്കിന് ജീവികൾ നമ്മളെ ഓരോ ഇഞ്ച് സ്ഥലത്തും നമ്മുടെ ചുറ്റുപാടത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് നമുക്ക് ഉപകാരമുള്ളൊരു 5-6 ഐറ്റത്തിന് നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് പൂച്ച അടുക്കളയിൽ അപ്പാട്ടും, അപ്പം നമുക്ക് പൂച്ചയുടെ കാര്യമില്ല, അറുത്ത് തിന്നാൻ പറ്റൂല, അതിനെ കുട്ടിനെ വെക്കാൻ പറ്റൂല, അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അപ്പം പിന്നെ നമ്മൾ തിന്നാൻ കൊടുക്കണില്ല. നമുക്ക് കാര്യലാഭമുള്ളിടത്ത് മാത്രമേ നമ്മൾ അതിന് നോക്കുന്നുള്ളൂ. അപ്പം റിസ്ക് നൽകുന്നത് നമ്മളല്ല, പഠിച്ചവൻ തന്നെയാണ്. നമ്മളാകെ 3-4 ഐറ്റത്തിന് നമ്മൾ കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് മാത്രം. ഇനി നമ്മളാ കൊടുക്കുന്നത് മാത്രമാണോ തിന്നുന്നത്? അല്ലല്ലോ. കോഴിക്ക് നമ്മൾ തിന്നാട്ട് കൊടുക്കും, നമ്മൾ ഇട്ടുകൊടുത്തത് മാത്രമേ കോഴി തിന്നുന്നുള്ളൂ? അല്ല, കോഴി വേറെ അതിലേറെ ചിക്കിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പലതെടുത്ത് തിന്നു പോകുന്നുണ്ട്.
അപ്പം പക്ഷികൾക്ക്, അല്ലെങ്കിൽ പക്ഷിയുടെ ഉദാഹരണം പറയുന്നുള്ളൂ, ഏത് ജീവിയായിക്കോട്ടെ, അള്ളാഹു തആല റിസ്ക് നൽകുന്നത് പോലെ നിങ്ങൾക്കവൻ റിസ്ക് നൽകും.